ഗുഡ് മോർണിംഗ് കേരളം. ഇന്ന് 2024 ഡിസംബർ 24 ചൊവ്വാഴ്ച. ജീവിത തിരക്കിൻ്റെ ഭാഗമായി നെട്ടോട്ടം ഓടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. മലയാളികൾ കേട്ടിരിക്കേണ്ട പ്രധാന വാർത്തകളിലൂടെ ഒന്ന് കടന്നു പോകാം. 5-8 ക്ലാസുകളിൽ ഇനി ഓൾ പാസ് ഇല്ല. ഓൾ പാസ് നയം ഈ ക്ലാസുകൾക്ക് ഇനി മുതൽ നടപ്പാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. 2019 കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതി വഴി 16 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഈ നിർദ്ദേശം നടപ്പാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഈ നയം നടപ്പാക്കിയിട്ടില്ല. തോൽപ്പിക്കുന്നത് അഭികാമ്യമല്ല. സ്കൂളുകളിലെ കുട്ടികളെ തോൽപ്പിക്കുന്നത് അഭികാമ്യമല്ലെന്നാണ് നിലവിൽ കേരളത്തിൻ്റെ നിലപാട്. കുട്ടികൾ അതതു ക്ലാസുകളിൽ നേടേണ്ട ശേഷികൾ ആർജിച്ചെന്ന് ഉറപ്പാക്കും. അധ്യാപകർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ നിർദ്ദേശവും നൽകും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഭേദഗതി കർശനമാക്കി വിജ്ഞാപനമിറക്കിയതെന്ന് കേന്ദ്ര വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, സൈനിക് സ്കൂളുകൾ എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിനു കീഴിൽ പ്രവർത്തിക്കുന്ന 3000-ലധികം സ്കൂളുകളിൽ നിർദ്ദേശം നടപ്പാക്കും. ഹസീനയെ തിരിച്ചയക്കണം ഇന്ത്യയോട് ബംഗ്ലാദേശ്. അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് നയതന്ത്ര കുറിപ്പ് അയച്ചു. വിദ്യാർത്ഥികൾ നയിച്ച ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് ബംഗ്ലാദേശ് വിട്ട ഹസീന ഇന്ത്യയിലാണുള്ളത്. കുറിപ്പ് കിട്ടിയെന്നും എന്നാൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. സ്നേഹവും സാഹോദര്യവും ക്രിസ്തുവിൻ്റെ സന്ദേശം. മോദി: സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവുമാണ് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സന്ദേശം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്ത് തിങ്കളാഴ്ച നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ലേപ്പിള്ളിയിലെ അതിക്രമം മങ്ങലേറ്റ് BJPയുടെ ക്രിസ്മസ് നയതന്ത്രം. ക്രിസ്തുമത വിശ്വാസികളെ ഒപ്പം നിർത്താൻ BJP നടത്തുന്ന ക്രിസ്മസ് നയതന്ത്രത്തിന് മങ്ങലേൽപ്പിച്ച് പാലക്കാട്ടെ അക്രമങ്ങൾ. കേക്കും ആശംസയുമായി BJP നേതാക്കൾ ബിഷപ്പ് ഹൗസുകളിലും ക്രൈസ്തവ വീടുകളിലും എത്തുന്ന സ്നേഹ സന്ദേശയാത്ര തുടങ്ങും മുൻപ് പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേർക്കുണ്ടായ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം. കോൺഗ്രസും CPMും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ BJP പ്രതിരോധത്തിലായി. പ്രധാനമന്ത്രി ക്രൈസ്തവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച തിങ്കളാഴ്ച ആക്രമണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തലയുരാനുള്ള തത്രപ്പാടിലായിരുന്നു BJP കേരള നേതൃത്വം. PSCയെ പഠിപ്പിച്ച് സുപ്രീംകോടതി. ഒഴിവുകൾ നികത്തപ്പെടാത്ത പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടും റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാൻ വിസമ്മതിച്ച PSCയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. PSCയുടെ സ്വയംഭരണാധികാരം ഭരണനയം തീരുമാനിക്കാനല്ലെന്നും റിക്രൂട്ട്മെന്റ് നടത്താനുള്ളതാണെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വിവിധ ജില്ലകളിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 നിയമനത്തിനായി 2014-15 വർഷങ്ങളിലായി ഇറക്കിയ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ PSC തയ്യാറാക്കിയ റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാത്തതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. നവോത്ഥാന സന്ദേശവുമായി പൂരക്കളിയിൽ വനിതകളുടെ പുതുചരിത്രം. ഇരുണ്ട കാലത്തിൽ നിന്ന് നവോത്ഥാന കാലത്തിലേക്കുള്ള യാത്ര ഇതിവൃത്തമാക്കി വനിതകളുടെ പൂരക്കളി ഒരുങ്ങുന്നു. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ക്ലബിൻ്റെ 30ഓളം വനിതകളാണ് നവോത്ഥാന ആശയങ്ങൾ പാട്ടുകളാക്കി പുത്തൻ ചുവടുകളുമായി പൂരക്കളി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ക്ലബിൻ്റെ 38ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി 30-ന് വൈകിട്ട് 7-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വനിതകളുടെ പൂരക്കളി അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്യും. നീതി തേടി കോടതികളിൽ അലയേണ്ടി വരുന്ന സാധാരണക്കാർക്ക് പോസിറ്റീവായ ഒരു വാർത്തയാണ് കണ്ണൂർ ജില്ലകളിലെ കോടതികളിൽ നിന്ന് വരുന്നത്. വിചാരണയ്ക്ക് വേഗം കൂടി. 1.5 വർഷത്തിനകം 44 കൊലക്കേസുകളിൽ വിധി. ജില്ലയിലെ 5 സെഷൻസ് കോടതികളിൽ തീർപ്പാക്കാനുള്ളത് 142 കൊലക്കേസുകൾ. 2023 മെയ്യിൽ നടത്തിയ പരിശോധനയിൽ ജില്ലയിൽ 178 കൊലക്കേസുകളാണ് വിചാരണ കാത്ത് കഴിഞ്ഞത്. 1.5 വർഷത്തിനകം 20 വർഷം പഴക്കമുള്ള കേസുകൾ ഉൾപ്പെടെ 44 കേസുകളിൽ വിധി പറഞ്ഞു. കേസ് വിചാരണയ്ക്ക് വേഗം കൂട്ടിയതോടെ വിചാരണ നടത്താൻ ബാക്കിയുള്ള കേസുകളുടെ എണ്ണം 142ആയി. ഏറ്റവും ഒടുവിൽ പിതാവ് മകനെ കൊലപ്പെടുത്തിയ കേസിൽ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരുന്നു. മരുന്നുകളുടെ രക്തത്തിലേക്കുള്ള സഞ്ചാര നിരക്ക് ക്രമീകരിക്കാനും നിരീക്ഷിക്കാനും MCCയിൽ സംവിധാനമൊരുങ്ങി. മലബാർ ക്യാൻസർ സെൻ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് ഡിപ്പ് റിസർച്ചിൽ രോഗികൾക്ക് നൽകുന്ന മരുന്നുകളുടെ രക്തത്തിലേക്കുള്ള സഞ്ചാര നിരക്ക് കൃത്യമായി ക്രമീകരിക്കാനും നിരീക്ഷിക്കാനുമുള്ള പുതിയ സംവിധാനം ഒരുങ്ങി. MCC-K ഡിസ്കുമായി സഹകരിച്ചാണ് ഡിപ്രോ സംവിധാനം ഉപയോഗപ്പെടുത്തി വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് പദ്ധതി നടപ്പാക്കിയത്. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ക്യാൻസർ രോഗികൾ ഏറെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ക്യാൻസർ സെൻ്റർ. സാമ്പത്തിക മേഖലയിൽ നിന്നും സന്തോഷ വാർത്ത. തുടർച്ചയായ 5 ദിവസത്തെ ഇടിവിന് ശേഷം ഓഹരി വിപണിയിൽ മുന്നേറ്റം. സെൻസെക്സ് 498.58 പോയിൻ്റ് കയറി 78,540.17 പോയിൻ്റിൽ അവസാനിച്ചപ്പോൾ നിഫ്റ്റി 165.95 പോയിൻ്റുകൾ കയറി 23,753.45 പോയിൻ്റിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സിലെ 30 ഓഹരികളിൽ 20 എണ്ണവും നിഫ്റ്റിയിലെ 50 ഓഹരികളിൽ 32 എണ്ണവും തിങ്കളാഴ്ച നേട്ടമുണ്ടാക്കി. രൂപയുടെ വില വീണ്ടും താഴോട്ടേക്ക്. ഡോളറിനെതിരെ രൂപ വീണ്ടും താഴേക്ക്. തിങ്കളാഴ്ച കനത്ത സമ്മർദ്ദം നേരിട്ട രൂപ ഡോളറുമായുള്ള വിനിമയത്തിൽ 85.13 എന്ന പുതിയ നിലയിലേക്ക് വീണു. ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന് ആവശ്യം കൂടുന്നതാണ് തിരിച്ചടിയാകുന്നത്. ഇതോടൊപ്പം ചൈനീസ് യുവാൻ ദുർബലമാകുന്നതും രൂപയുടെ മൂല്യത്തെ ബാധിക്കുന്നുണ്ട്. തുടർച്ചയായ 5-ാം ദിവസമാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് ഭേദിച്ച് ഇടിയുന്നത്. വെള്ളിയാഴ്ച 85.10 നിലവാരത്തിലെത്തിയ രൂപ തിങ്കളാഴ്ച 85.13 എന്ന നിലവാരത്തിലേക്കെത്തി. കാശ്മീരിൽ നിന്നും വരുന്ന മറ്റൊരു പോസിറ്റീവ് വാർത്തയാണ് അടുത്തതായി വായിക്കാൻ പോകുന്നത്. ഭൂമിയിലെ സ്വർഗത്തിലേക്ക് ഇനി തീവണ്ടിപ്പാത. ഡിസംബറിലെ -8 ഡിഗ്രി തണുപ്പിലും കാശ്മീരിൽ ഇന്ത്യൻ റെയിൽവേ ചൂടുള്ള പണിയിലാണ്. ക്രിസ്മസിനും പുതുവത്സരത്തിനുമൊപ്പം കാശ്മീർ താഴ്വരയിലേക്ക് തീവണ്ടി വരുന്നത് ആഘോഷിക്കാനിരിക്കുകയാണിവർ. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ശൃംഖല 272 കിലോമീറ്റർ കാശ്മീരിലേക്ക് തീവണ്ടി വരാനുള്ള ആദ്യ റെയിൽ പാതയാണ്. ഉധംപൂരിനെയും കാശ്മീർ താഴ്വരയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ബാരാമുള്ളയെയും ഇത് ബന്ധിപ്പിക്കുന്നു. കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് നിർമ്മാണം. പുതുവർഷത്തിൽ ഈ പാതയിലൂടെ തീവണ്ടി എത്തും. അശാന്തിയുടെ മാത്രം വാർത്തകൾ വരുന്ന ജമ്മു കാശ്മീരിൽ നിന്ന് ഇനിയും ഇത്തരത്തിൽ വാർത്തകൾ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കേരള ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ നിർണായകമായ ദിവസമാണ് ഇന്ന്. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കേരളം തമിഴ്നാട് പോരാട്ടം. ക്വാർട്ടറിൽ കേരളത്തിൻ്റെ എതിരാളി ജമ്മു കാശ്മീർ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളവും തമിഴ്നാടും നേർക്കുനേർ വരുമ്പോൾ 8 എന്ന നമ്പറിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളം 8ാം കിരീടമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തമിഴ്നാട് ഫൈനൽ റൗണ്ടിൽ കളിക്കുന്നത്. മത്സരത്തിൽ ജയിച്ചാൽ മാത്രമേ ടൂർണമെൻറ്റിൻ്റെ അവസാന 8ൽ ഇടം പിടിക്കാൻ ടീമിനാവുകയുള്ളൂ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മത്സരം. ഖേൽരത്ന പട്ടികയിൽ മനു ഭാക്കർ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിനുള്ള പട്ടികയിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറെ ഉൾപ്പെടുത്താത്തതിൽ വിവാദം. പാരീസിൽ വെങ്കലം നേടിയ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗും പാരാലിമ്പിക്സ് ഹൈജമ്പ് ജേതാവ് പ്രവീൺ കുമാറും പട്ടികയിലുണ്ട്. എന്നാൽ മനു ഭാക്കറോ ഇന്ത്യൻ റൈഫിൾ അസോസിയേഷനോ പുരസ്കാരത്തിന് അപേക്ഷിച്ചിട്ടില്ലെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് പരാജയം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് തോൽവിയോടെ തുടക്കം. ആദ്യ കളിയിൽ ബറോഡ 62 റൺസിന് കേരളത്തെ കീഴടക്കി. ആദ്യം ബാറ്റ് ചെയ്ത ബറോഡ 50 ഓവറിൽ 4 വിക്കറ്റിന് 403 റൺസ് നേടി കേരളത്തിന് മുന്നിൽ കൂറ്റൻ ലക്ഷ്യമുയർത്തി. മറുപടി ബാറ്റിങ്ങിൽ 45.4 ഓവറിൽ കേരളം 341 റൺസിന് പുറത്തായി. 58 പന്തിൽ 104 റൺസുമായി മുഹമ്മദ് അസറുദ്ദീൻ വീരോചിത പോരാട്ടം നടത്തിയിട്ടും കേരളത്തിന് വിജയത്തിലെത്താൻ കഴിഞ്ഞില്ല. 8 4ഉം 7 6ഉം അടങ്ങുന്നതാണ് ഇന്നിങ്സ്. ബറോഡയുടെ വിജയം ഏകപക്ഷീയമാണെന്ന് പറയാനാവില്ലെങ്കിലും ഒരു പൊരുതി തന്നെയാണ് കേരളം പരാജയപ്പെട്ടിട്ടുള്ളത്. വെൽഡൺ കേരള. മുഹമ്മദ് ഷാമി ഓസ്ട്രേലിയയിലേക്കില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ അടുത്ത 2 ടെസ്റ്റുകളിലേക്ക് പേസർ മുഹമ്മദ് ഷമിയെ പരിഗണിക്കില്ല. ഷമി ശാരീരിക ക്ഷമത പൂർണ്ണമായി വീണ്ടെടുത്തിട്ടില്ലെന്ന മെഡിക്കൽ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തീരുമാനമെടുത്തത്.
ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നുണ്ടെങ്കിലും പരിക്ക് സാധ്യത നിലനിൽക്കുന്നതിനാൽ താരം മെഡിക്കൽ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തുടരും. അതേസമയം വിരമിച്ച ഓഫ് സ്പിന്നർ ആർ അശ്വിനു പകരം മുംബൈ താരം തനുഷ് കോട്യാനെ ടീമിൽ ഉൾപ്പെടുത്തിയെന്ന് സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടായിട്ടില്ല. മാഹി ബൈപ്പാസിലെ സർവീസ് റോഡുകൾ അടച്ചിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബൈപ്പാസ് ഈസ്റ്റ് ബള്ളൂരിലെ സിഗ്നൽ സംവിധാനത്തിൻ്റെ ബാറ്ററി മോഷണം പോയത് കാരണം സർവീസ് റോഡുകൾ അടച്ചിട്ട് 9 ദിവസമായിട്ടും നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ ജനരോഷം ശക്തമായി. സർവീസ് റോഡ് അടച്ചിട്ടതിനാൽ നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത്. സർവീസ് റോഡുകൾ ഉടനെ തുറക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ കൂട്ടായ്മ രംഗത്തെത്തി. മാഹി അഡ്മിനിസ്ട്രേറ്ററും മാഹി പോലീസും MLAയും ഉൾപ്പെടെയുള്ള അധികൃതർ ഇക്കാര്യത്തിൽ ഉദാസീനതയാണ് കാണിക്കുന്നതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്താ വായന അവസാനിച്ചു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.